അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ റൈസ് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു അടിപൊളി ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം അരിൻ്റെ വേവോ കാര്യമൊന്നും പേടിക്കാനില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചിലു മുത്തഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കനക്ക് വേണ്ട മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു നാരങ്ങൻ്റെ നീരും ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അപ്പോൾ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല. അപ്പോൾ നേരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോ ചിക്കനും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ചിക്കനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കാണാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചിക്കനൊന്നും ഉടഞ്ഞു പോകില്ല കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാതെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ്റെ 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കിതൊരു സൈഡൊക്കെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ജോക്കറിൻ്റെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ റൈസ് കുക്കറിൽ വെക്കണ അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കണത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തവിടെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഏലക്ക, പട്ട, ഗ്രാമ്പു, സാജീരകം, ഒരു തക്കോലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പും ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു 4 തക്കാളി കട്ട് ചെയ്ത് ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി പൊടികളൊക്കെ ഒരു പച്ചച്ചോവ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 തണ്ട് പുതിനയില കട്ട് ചെയ്തതും 2 തണ്ട് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ സൈഡൊക്കെ എത്തക്ക വിധത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ആ സമയം കൊണ്ട് തന്നെ ചിക്കനും മസാലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിക്കോളും. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു 8 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി വെള്ളത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ബിരിയാണിയില കട്ട് ചെയ്ത് കാണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുക. അരി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. കാരണം സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ ഒന്ന് അടിച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം അതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം റൈസ് കുക്കർക്ക് എടുത്ത് വെക്കാം.
പിന്നെ ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് തുറന്നിട്ടുണ്ടായിരുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ചിക്കനും ചോറൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, വറ്റികളൊന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നല്ല അടിപൊളി റൈസ് കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മളെ ചിഞ്ചച്ചിലും മുത്തുഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യാം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.